ദൈവം അടുത്തു നിൽക്കുവാൻ അറപ്പു കാണിക്കും വല്ലാത്ത ദ്രോഹി. ഒരു ദയയുമില്ലാതുയിരെടുക്കും ഓടുക മാളോരെ. മതിയായില്ല നാടകം, മതിയാവില്ല ദാഹവും. ഇനി തുടർന്നു കാട്ടുവാൻ പ്രഹസനങ്ങളു പലതും കയ്യിലുണ്ടേ. ഈ കപടവേഷങ്ങൾ ചിലവാകില്ലെന്ന് വിളിച്ചു ചൊല്ലുക നാം. എല്ലാവർക്കും നമസ്കാരം. വേണ്ട, പറയാൻ വന്ന കാര്യം അങ്ങ് പറഞ്ഞോണ്ടാ. വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആണോ? അതറിയാതെ വെറുതെ ഇത്രയും നാൾ ഇതൊക്കെ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്ത് കളഞ്ഞല്ലോ. എല്ലാവരും ഒരു ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് വെച്ചേക്കണേ കയ്യിൽ. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ്. തിന്മയുടെ മേലുള്ള അവസാന ജയം നന്മയ്ക്കായിരിക്കും അല്ലേ? ആർക്കും അറിയാത്ത ഒരു പുതിയ കാര്യമായിപ്പോയി. അല്ല, വിഷു ഒക്കെ ഈ കഴിഞ്ഞ ദിവസമാണല്ലോ കടന്നുപോയത്. അക്കച്ചിയുടെ വക സ്പെഷ്യൽ വിഷുദിന സന്ദേശങ്ങളൊന്നും കണ്ടില്ല. ADMന്റെ കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയുടെ ബലത്തിൽ ഈസ്റ്റർ ദിന സ്പെഷ്യൽ സന്ദേശം എന്ന പേരിൽ അടുത്ത ഉളുപ്പില്ലായ്മയുമായിട്ട് ഇറങ്ങിയതാ അല്ലേ? ഏതായാലും ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ദിവ്യക്കച്ചി തന്ന സന്ദേശം തിരിച്ചൊന്ന് ഉറപ്പിച്ച് പറഞ്ഞേക്കാം. അവസാന ജയം തിന്മയ്ക്കായിരിക്കില്ല കേട്ടോ, നന്മയ്ക്ക് തന്നെ ആയിരിക്കും. ബാക്കി നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടത്. എവിടോട്ടാ കയറി പോകുന്നതെന്ന് മനസ്സിലായോ? തൊലിക്ക് നല്ല കട്ടിയായതുകൊണ്ട് സ്വയം യേശുക്രിസ്തുവിനോടൊക്കെ ഉപമിക്കാൻ അക്കച്ചിക്ക് ഒരു മടിയുമില്ല. വലിഞ്ഞു കയറി ചെന്ന് പ്രസംഗിച്ച് ഒരു നിരപരാധിയുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവിതം തൊലച്ചിട്ട് യേശുക്രിസ്തു ചെയ്തതേ ഞാനും ചെയ്തുള്ളൂ എന്ന്. വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. ചൊറിഞ്ഞു കയറി വരികയും ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് വേണോ പെണ്ണുപിള്ള യേശു തെറ്റ് ചെയ്യാത്തവനും നല്ലവനുമായിരുന്നു എന്ന് ഞങ്ങൾ അറിയാൻ? നിങ്ങൾ എവിടെ പ്രസംഗിച്ചാലും ഈ വെറുപ്പീര് തന്നെ ആണല്ലോ. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. നെറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. നെറുകേടിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ മുതല്. കടമെടുപ്പ് സർവകാല റെക്കോർഡിലെത്തിച്ച് 100 കോടി മുടക്കി ഇപ്പൊ തുടർമുടിവിന്റെ വാർഷികം ആഘോഷിക്കാൻ ഫ്ലെക്സ് നാട്ടുന്ന നെറുകേടിനെ കുറിച്ച് എന്താണ് നീതിദേവതയുടെ അഭിപ്രായം? മുടി മുറിച്ചും മണ്ണിലുരുണ്ടും അർഹമായ ജീവിതമാർഗത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കരഞ്ഞും വിയർത്തും മാസങ്ങളായി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി തുടരുന്ന പെണ്ണുങ്ങളെ കളിയാക്കിയും പുച്ഛിച്ചും മൂറിച്ചിരിക്കുന്ന നെറികെട്ടവരെ കുറിച്ച് വിശുദ്ധ സതുദ്ദേശിക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി. പാപം ചെയ്യാത്തവരില്ല, പക്ഷെ കൊന്നിട്ടും തിന്നിട്ടും തീരാതെ ഒളിഞ്ഞും തെളിഞ്ഞും പകപോക്കുന്ന ചില മഹാപാപികൾ ചെയ്തു കൂട്ടുന്ന കൊടും പാപങ്ങൾ ഞങ്ങൾ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും പേര് അങ്ങോട്ട് ഇപ്പോൾ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ താഴെയുള്ള ആ കമൻറ്റ് ബോക്സ് എടുത്തൊന്ന് വായിച്ചാൽ മനസ്സിലാകും കേരളത്തിൽ പാപം ചെയ്യാത്ത ഇത്രയും മനുഷ്യരുണ്ടല്ലോ എന്ന്. എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. കാര്യമറിയാതെ എറിയപ്പെടുന്ന കല്ലിന്റെ മൂർച്ച കൊണ്ട് മുറിയുന്ന ശുദ്ധാത്മാക്കളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ അക്കച്ചി. ഒരു നിരപരാധിയുടെ മരണത്തിന് കാരണക്കാരി ഞാനാണ് എന്ന് അഹങ്കാരത്തോടെ സമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കാൻ ക്യാമറാമാനെയും കൂട്ടി മരണമാസ പ്രകടനം കാഴ്ചവെക്കുന്ന ദുരുദ്ദേശിയെ എറിയുവാൻ കല്ലെടുക്കാതിരുന്ന ആ ദുരുദ്ദേശിക്ക് സംരക്ഷണ തണലൊരുക്കിയ ദുഷ്ടാത്മാക്കളുടെ കളങ്കങ്ങളെ പറ്റി സംസാരിക്കും. നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കൊതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത്. കുറേ ദിവസം പൊതുജനങ്ങളുടെ കയ്യിൽ പെടാതിരിക്കാൻ പാതാളത്തിൽ ഒളിച്ചിട്ട് മുകളിലേക്ക് കുതിക്കുവാനുള്ള സാഹചര്യം ഒക്കെ സജ്ജമാക്കിയ ശേഷം ഒളിച്ചുകളി അവസാനിപ്പിച്ച ഈ വിശുദ്ധയ്ക്കല്ലാതെ ഇത്തരത്തിലൊരു ഈസ്റ്റർ സന്ദേശം നമുക്ക് ഏകുവാൻ മറ്റാർക്കാണ് യോഗ്യത? ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരൻ്റെത് തന്നെയാണ്. ഇരയെ കൊല്ലുക പോലും ചെയ്യാതെ പ്രാണൻ പിടയുന്ന വേദന കണ്ടാസ്വദിച്ച് രക്തം ഊറ്റി കുടിക്കുന്ന വേട്ടമൃഗങ്ങളുടെ നാവിനും ഇണങ്ങുന്ന വേദാന്തം എഴുതി ചമച്ചു തന്ന കൈകൾ നീണാൾ വാഴട്ടെ.